ഡിസോണസ്റ്റ് സെല്ലറിൻ്റെ കൺസെപ്റ്റിൽ 3 കണ്ടീഷൻസ് ആണ് വരുന്നത് അല്ലേ? എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ റൈസ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ടോട്ടലായിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് ഇത്ര റൈസാണുള്ളത്. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നമുക്ക് 100 രൂപയാണ് റേറ്റ് ഉള്ളതെന്ന് കരുതാം, 100 റുപ്പീസാണ് റേറ്റ് ഉള്ളതെന്ന് കരുതാം. അപ്പോൾ ഒരാൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ? ഞാൻ ആദ്യം തന്നെ ഡിസോണസ്റ്റ് സെല്ലർ എന്താണ് ചെയ്യുന്നത്? വെയ്റ്റിൽ കളവ് കാണിക്കുകയാണ്. അതായത് വെയിങ് മെഷീനിൽ 1 കിലോഗ്രാമിന് പകരം വെയിറ്റ് കുറച്ച് കാണിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റാം, ക്വാണ്ടിറ്റി എടുത്ത് ചേഞ്ച് ചെയ്ത് മാറ്റി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റൈസ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന് വിൽക്കുകയാണ്. ഞാൻ ഈ റൈസ് കോസ്റ്റ് പ്രൈസിന് വിൽക്കുകയാണെങ്കിൽ ഇതിൽ 100 റുപ്പീസാണ് റേറ്റ് എങ്കിൽ ഞാൻ 100 റുപ്പീസിനാണ് ഇത് സെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് എന്താണ്? ഞാൻ ഈ മാറ്റി വെച്ചിരിക്കുന്ന റൈസിൻ്റെ കോസ്റ്റ് ആയിരിക്കും എൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടുന്ന എന്ത് തന്നെയാണ്? ലാഭം തന്നെയാണ്. അടുത്ത കേസിൽ ഈ ക്വാണ്ടിറ്റി, ഈ 100 റുപ്പീസിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഞാൻ പ്രോഫിറ്റ് എടുക്കുകയാണ്. കോസ്റ്റ് പ്രൈസിനാണ് നേരത്തെ വിറ്റത്, ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ലാഭശതമാനം കൂടാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ? ഡിസോണസ്റ്റ് സെല്ലറായിട്ട് അളവിൽ കൃത്രിമം കാണിച്ചിട്ടുമുണ്ട്, കോസ്റ്റ് പ്രൈസിൽ ലാഭം എടുക്കുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ വരുന്നത് എന്താ? ഈ കിട്ടുന്ന കോസ്റ്റ് പ്രൈസിൽ നമ്മൾ ലോസ് എടുത്തിട്ടാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാഭവും ഉണ്ടാവാം നഷ്ടവും ഉണ്ടാവാം. ഈ കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസോണസ്റ്റ് സെല്ലറിലെ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? നമ്മൾ ഇതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമ്മൾ മാറ്റിയിടുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇതിന് നമ്മൾ വെയ്റ്റിൽ കൃത്രിമം കാണിച്ചു അല്ലേ? ബാക്കി വരുന്ന ഈ ക്വാണ്ടിറ്റി ഞാൻ കോസ്റ്റ് പ്രൈസിനാണ് സെല്ല് ചെയ്യുന്നത്. കോസ്റ്റ് പ്രൈസിന് സെല്ല് ചെയ്യുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് എന്താണ്? ഞാൻ ഈ വെയ്റ്റ് മാറ്റി വെച്ചിട്ടുള്ള എത്രയാണോ ക്വാണ്ടിറ്റി അതിൻ്റെ റേറ്റ് ആയിരിക്കും എൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ലാഭം എടുക്കുകയാണ്, പ്രോഫിറ്റ് എടുക്കുകയാണ്. നേരത്തെ കോസ്റ്റ് പ്രൈസിന് സെല്ല് ചെയ്തതിന് പകരം ഞാനിതിൽ പ്രോഫിറ്റ് എടുത്ത് സെല്ല് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ലാഭശതമാനം കൂടും. രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഇത് ഞാൻ ഒരു ലോസിനാണ് വിൽക്കുന്നതെങ്കിൽ എനിക്ക് ലാഭവും ഉണ്ടാവാം നഷ്ടവും ഉണ്ടാവാം. ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയോ? ഇതാ എൻ്റെ കയ്യിൽ ഞാൻ നമ്മൾ അതിൽ കാണിച്ച പോലെ തന്നെ റൈസ് ഉണ്ട് അല്ലേ? റൈസ് ഉണ്ട്. അപ്പം എനിക്ക് എന്താ, ഈ റൈസിന് ഞാനൊരു വില ഇട്ടിട്ടുണ്ട്. ആ വില അതിൻ്റെ കോസ്റ്റ് പ്രൈസാണ്, എനിക്ക് ചെലവായിട്ടുള്ള വില. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. ഇഫ് എ ട്രേഡർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്, ഇതിൻ്റെ വില എന്താ? 100 രൂപയാണെന്ന് കരുതാം. 100 രൂപയാണ് ഇതിൻ്റെ വില എന്ന് കരുതാം അല്ലേ? ബട്ട് യൂസസ് ഫാൾസ് വെയിറ്റ് ആണ്. അപ്പം എന്ത് ചെയ്യുന്നു? എൻ്റെ വെയിങ് മെഷീൻ ഉണ്ട്. ആ വെയിങ് മെഷീനിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്താണെന്നറിയോ? ഇതിൽ നിന്നതാ കുറച്ച് അരി ഞാൻ എടുത്തു. ഇത്ര അരി എടുത്തിട്ട് ഞാൻ എന്താ ഇതിലേക്ക് ഇട്ടു. ക്ലിയർ അല്ലേ? ഇത്ര അരി എടുത്ത് ഞാൻ മാറ്റി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാ കുറച്ചും കൂടി എടുത്ത് മാറ്റി. എനിക്ക് ലാഭം വേണം അല്ലേ? നന്നായിട്ട് എനിക്ക് ലാഭം വേണം. അപ്പോൾ അരി ഞാൻ കുറച്ചെടുത്തുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ അരിയൊക്കെ എടുത്ത് ഞാൻ മാറ്റി കഴിഞ്ഞപ്പോൾ ഇത്ര അരി ഉണ്ട്. അപ്പം ഇതിൽ കുറച്ച് അരി എടുക്കുന്നുണ്ടല്ലോ. ഈ അരി എടുത്ത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ആ വെയിങ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഞാൻ സെറ്റ് ചെയ്യാണ്. എന്താ? ഇത് സെറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ എന്ത്? 1 കിലോഗ്രാം അല്ലെങ്കിൽ ഇത്രയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. നമുക്ക് 1 കിലോഗ്രാം എന്ന് പറയാം അല്ലേ? നേരത്തെ ഉണ്ടായത് ഞാൻ ചുമ്മാ 1 കിലോഗ്രാം എന്ന് പറയുന്നു. ഇത് 1 കിലോഗ്രാം ഉണ്ടാവില്ല, 1 കിലോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഞാൻ ഇത്രയ്ക്ക് എടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്തു? ആ വെയിങ് മെഷീനിൽ ഇത് കൊണ്ടുവച്ചിട്ട് ഞാൻ ഫാൾസ് വെയിറ്റ് സെറ്റ് ചെയ്യാണ്. ഇതാണ് എൻ്റെ 1 കിലോഗ്രാം എന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് വാങ്ങാൻ വരുന്ന ആളുടെ അടുത്ത് പറയാണ്, ഇതാ പിടിച്ചോ, 1 കിലോഗ്രാം ഉണ്ടത്. ഇത് ഞാൻ വാങ്ങിയ വില 100 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അല്ലേ? ഞാൻ വാങ്ങിയ വിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരാണെന്ന് പറഞ്ഞ് ഞാൻ അയാളിത് ഏൽപ്പിച്ചു. അയാൾ പറഞ്ഞു, പാവം മനുഷ്യൻ, പുള്ളി വാങ്ങിച്ച വിലയ്ക്കാണ് എനിക്ക് ഈ സാധനം തന്നെ. പക്ഷെ അയാൾ അറിയുന്നില്ല ഞാൻ അതിൽ നിന്നും ഈ മാറ്റിയിരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, ഇത്രയ്ക്കും എൻ്റെ ലാഭമാണ് അല്ലേ? ഇത്രയ്ക്കും എൻ്റെ എന്താണ്? ലാഭമാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ. എന്താണ്? ഇഫ് എ ട്രേഡർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ്
അറ്റ് കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് ഫാൾസ് വെയിറ്റ്. അപ്പോ അത് കണ്ടുപിടിക്കാൻ എന്തായാലും അയാൾക്ക് ഉണ്ടാവുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് എന്താ? ഇതാണ് എന്റെ ലാഭം അല്ലെ, അയാളുടെ ലാഭം. അതിനെയാണ് നമ്മൾ ഈ എറർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എറർ ശരിക്കും ഉണ്ടായത് എത്രയാണോ അതാണ് ട്രൂ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, മൈനസ് ഈ എറർ. ക്ലിയർ അല്ലേ? ഈ എറർ ഇൻറ്റു 100 ആയിരിക്കും എന്ത്? അയാളുടെ ലാഭ ശതമാനം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. 100 രൂപ വിലയുള്ള സാധനത്തിന് അതിലെ 10 രൂപയുടെ ഐറ്റം ഞാൻ കുറച്ചു, അതിൽ നിന്ന് കുറച്ചിട്ടാണ് വിൽക്കുന്നത് അല്ലെ, എങ്കിൽ 90 രൂപയാണ്, 90 രൂപയുടെ സാധനം ഞാൻ വിൽക്കുന്നുള്ളൂ അല്ലെ, 90 റുപ്പീസിന്റെ ഐറ്റമാണ് ഞാൻ വിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ എത്ര ഇടണം? ഈ 10 രൂപ ഞാൻ മാറ്റി വെച്ചത് എന്റെ പ്രോഫിറ്റ് ആണ് അല്ലെ, ഇൻറ്റു 100 ചെയ്താൽ ഈ കെടുക്കുന്നതായിരിക്കും നമ്മളുടെ ലാഭ ശതമാനം. ഈ കെടുക്കുന്നതാണ് നമ്മുടെ ലാഭ ശതമാനം. അത് തന്നെയാണ് ഇക്വേഷനിൽ ഇട്ടിരിക്കുന്നത്. എന്താണ്? എറർ. ഞാൻ മാറ്റി വെച്ചത് എത്രയാണ്? 10 ആണ്. അതാണ് ഈ 10. ട്രൂ വാല്യൂ 100 ആണ്, മൈനസ് 10 ആണ് 90 ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫാൾസ് വെയിറ്റ് ആള് കോസ്റ്റ് പ്രൈസിന് കൊടുക്കുമ്പോൾ വേറെ കൊള്ളലാഭം ഒന്നും എടുക്കുന്നില്ല, കുറച്ച് തട്ടിപ്പേ ഇവിടെ നടത്തിയിട്ടുള്ളൂ, ചെറിയ രീതിയിലുള്ള തട്ടിപ്പേ നടത്തിയിട്ടുള്ളൂ. അപ്പോ ഈ കാണുന്ന മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റത്തിന്റെ റേറ്റ് ആണ് എന്ത് വരാ? ലാഭം വരാ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? നേരത്തെ പറഞ്ഞു ഈ ഐറ്റം അയാൾ എന്തിനാ വിറ്റേ? കോസ്റ്റ് പ്രൈസിനാ വിറ്റേ, വേറെ ലാഭം ഒന്നും എടുത്തിട്ടില്ല. അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റം മാറ്റിയിട്ട് ഇതിലൊരു ലാഭം കൂടി എടുക്കുകയാണ്. ഇതിലാൾ എന്തും കൂടി എടുക്കുകയാണ്? ഒരു പ്രോഫിറ്റും കൂടി എടുക്കുകയാണ്. ഓക്കെ, അതാണ് എക്സ് പെർസെന്റേജ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ ട്രേഡർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് എക്സ് പെർസെന്റേജ് പ്രോഫിറ്റ് ബട്ട് യൂസസ് എ ഫാൾസ് വെയിറ്റ് വിച്ച് ഈസ് വൈ പെർസെന്റേജ് ലെസ് ദാൻ ദ ആക്ച്വൽ വെയിറ്റ്. അപ്പൊ എത്രയാണോ ആൾ എടുക്കുന്ന പ്രോഫിറ്റ് എക്സ് പ്ലസ് ഫാൾസ് വെയിറ്റ് എന്താണോ വൈ ആണ്, ഡിവൈഡഡ് ബൈ അടിയിൽ കുറച്ച് കൊടുക്കേണ്ടത് വെയിറ്റിന്റെ കേസാണ് കേട്ടോ. അടിയിൽ കുറച്ച് കൊടുക്കുന്നത് എന്താ? വെയിറ്റിന്റെ കേസാണ്. ഇൻറ്റു 100 ആയിരിക്കും. ഗെയിൻ തന്നെ ആയിരിക്കും. ഓൾറെഡി ഫാൾസ് വെയിറ്റിൽ അയാൾക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് അല്ലെ, പിന്നെ ഇതിലാള് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്, എന്തായാലും ലാഭം തന്നെയാണ് വരിക. ഇതും നമുക്ക് ഫോർമുല യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റും. അതും ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ കൂടി വരും. എന്താ? ആ കണ്ടീഷനാണ് അടുത്തത്. എന്താണ്? ഇഫ് എ ട്രേഡർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് ലോസ് എക്സ് പെർസെന്റേജ് ബട്ട് യൂസസ് ഫാൾസ് വെയിറ്റ് വിച്ച് ഈസ് വൈ പെർസെന്റേജ് ലെസ് ദാൻ ദ ആക്ച്വൽ വെയിറ്റ്, ദെൻ. അപ്പോ ഇവിടെ ഫാൾസ് വെയിറ്റ് എടുക്കുന്നുണ്ട്, കൂടാതെ അയാള് കുറച്ച് മാന്യനാ, മര്യാദ കുറച്ചിട്ടുള്ളൂ. എന്താണ് പറയുന്നത്? ഇതില് ഒരു നഷ്ടം അനുഭവിച്ചാണ് ആള് വിൽക്കുന്നത്. എക്സ് പെർസെന്റേജ് ലോസ് ആയിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോ എന്ത് തന്നെ ചെയ്യണം? ഗെയിൻ ഓർ ലോസ് വരാം. ലാഭമാണോ നഷ്ടമാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഈ y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 100 മൈനസ് വൈ ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് ഗെയിനും, കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എന്താണ്? ലോസ് ആണ്. കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് ഗെയിനും, കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് ലോസും ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ 3 കണ്ടീഷനാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത്. 3 കണ്ടീഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഫോർമുലാസ് നമുക്ക് യൂസ്ഫുൾ ആണ്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ റൈസിന്റെ കേസ് വെച്ചിട്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ, ആദ്യത്തെ കണ്ടീഷനിൽ ഈ മാറ്റിയിരിക്കുന്നതിന്റെ ഇതാണ് നമ്മളുടെ പ്രോഫിറ്റ്. അടുത്ത കേസുകൾ 2 കേസുകൾ വരുന്നുണ്ട്, അതും ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിത്തൗട്ട് ഫോർമുലയാണ് നമ്മൾ ആദ്യമൊക്കെ ചെയ്യാം. ഫോർമുല യൂസ് ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. ഇവിടെ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ഡിസ്ഹോണസ്റ്റ് ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് എ വെയിറ്റ് ഓഫ് 960 grams ഫോർ എ കിലോഗ്രാം വെയിറ്റ്. ഫൈൻഡ് ഹിസ് ഗെയിൻ പെർസെന്റേജ്. വേറെ ഒന്നും ആലോചിക്കണ്ട. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 grams ആണ് അല്ലെ. അതിന് പകരം ആള് വിൽക്കുന്നത് എത്രയാ? 960 grams ആണ്. ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര ഗ്രാമാ കുറവ് വിൽക്കുന്നത്? ഫാൾസ് ചെയ്യുന്നത് 40 grams ആ. അപ്പൊ ഈ 40 grams ആണ് എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെ. 40 grams ആണ് എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ്.
അങ്ങനെയാണെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 960. ഞാൻ ചെലവാക്കുന്നത് എത്രയേ ഉള്ളൂ? 960 രൂപ എന്ന് നിങ്ങൾ ആലോചിച്ചാലും എളുപ്പത്തിൽ കിട്ടും. കാരണം എന്താ, 1 ഗ്രാമിന് 1 റുപ്പി ആണെങ്കിൽ 1000 കിലോഗ്രാമിന് 1000 ആണ്. അതില് 960 രൂപയുടെ ഐറ്റം ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിൽ 40 രൂപ എനിക്ക് ലാഭമാണെന്ന് കണക്കാക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതാ ഇവിടെ ഞാൻ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ എത്ര വട്ടം പോവും? കട്ട് ചെയ്ത് കളയാം. 24 ടൈംസിലാണ് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാൻ പറ്റുക 24 ടൈംസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 6 ടൈംസും ഇവിടെ 25 ടൈംസും ആണ്. സോ നമ്മളുടെ ആൻസർ എത്രയാ വരാം? 4 1/6% എന്നാണ് നമ്മളുടെ ആൻസർ വരിക. ഓപ്ഷൻ എ ആണ്. എന്തായാലും ഗെയിൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 4 1/6% ആണ് നമ്മളുടെ ആൻസർ വരിക. ഇവിടെ നിങ്ങൾ ഫോർമുല യൂസ് ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്താ, എറർ 40 ഗ്രാംസ് ആണ് എറർ. ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ 1000 ഗ്രാംസ് ആണ്. മൈനസ് എന്ത് വരും? 40, അതാണ് 960. ഫോർമുല ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ചില സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആണ്. ഈ ഇരിക്കുന്നതിന്റെ വിലയാണ് 40 ഗ്രാം. സോ 40 ഗ്രാം ആണെന്ന് കരുതാം. ഇത് എത്രയാണ്? 1000 കിലോഗ്രാം. സോറി, 1000 കിലോഗ്രാം അല്ല, 1 കിലോഗ്രാം, 1000 ഗ്രാം ആണെന്ന് കരുതാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ 1000 ഗ്രാം ഞാൻ കൊടുക്കുന്നുണ്ടോ? എനിക്ക് 1000 രൂപ ചെലവാകുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇതിൽ നിന്ന് മാറ്റി. അപ്പൊ എനിക്ക് 960 രൂപയേ ഉള്ളൂ 1 ഗ്രാമിന് 1 രൂപ വെച്ചാണെങ്കിൽ. ഈ 40 ഗ്രാമിന്റെ രൂപ, അതായത് 1 രൂപ വെച്ചാണെങ്കിൽ 40 രൂപ ലാഭം. അതാണ് ഡിവൈഡഡ് ബൈ നമ്മൾ 960 ഇടുന്നത്, 1000 ഇടരുത്. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഷോപ്പ് കീപ്പർ സെൽസ് ആൻ ഐറ്റം അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. അപ്പൊ എക്സ് ആണ് പ്രോഫിറ്റ് ആൻഡ് യൂസസ് എ വെയിറ്റ് വിച്ച് ഈസ് 20% ലെസ്. അപ്പോൾ ഫാൾസ് വെയിറ്റ് യൂസ് ചെയ്തു. വൈ ഡയറക്റ്റ് ആണ്. ഫൈൻഡ് ഹിസ് ടോട്ടൽ പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് നമ്മളുടെ ഫോർമുല ഉണ്ടായിരുന്നു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 100 മൈനസ് വൈ ഇൻറ്റു 100 ആണ്. ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. ഡയറക്റ്റ് ചെയ്താൽ 20 പ്ലസ് 20 40, 100 മൈനസ് 20 80 ഇൻറ്റു 100. അപ്പൊ എത്രയാണ് ആൻസർ വരാം? 50%. ഞാൻ പറഞ്ഞു കണ്ടോ, നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോർമുല അറിയാമെങ്കിൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. വിത്തൗട്ട് ഫോർമുലയും ചെയ്യാം. എന്താണ്? അതായത് 100 രൂപയുടെ ഐറ്റം ആണ്. 20% ഇതിൽ ലാഭം കിട്ടുകയാണെങ്കിൽ 120ക്കാണ് ഞാൻ വിൽക്കുന്നത്. ശരിക്കും എത്ര രൂപയുടെ സാധനമേ ഉള്ളൂ? 20% കുറവാണെങ്കിൽ 80. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രോഫിറ്റ് എത്രയാ? 80യിലെ പ്രോഫിറ്റ് എത്രയാ? 40. അതാണ് 40 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. അതാണ് ഈ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റ് ആലോചിക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഈ ഫോർമുലയുടെ യൂസ് എവിടെയാ പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തുമ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഗെയിൻ പെർസെന്റേജ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ലോസിന്റെ കണ്ടീഷൻ വന്നിട്ടുണ്ട്. ഡിസ്ഹോണസ്റ്റ് ഡീലർ സെൽസ് ഹിസ് ഗുഡ്സ് അറ്റ് 10% ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് 20% ലെസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് അവർ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്താ, അടിയിൽ തന്നിരിക്കുന്നൊക്കെ പ്രോഫിറ്റാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് പ്രോഫിറ്റ്, കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് ലോസ് ആണ്. ഈ വൈ എന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, ഈ എക്സിനേക്കാൾ വലുതാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താ? y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 100 മൈനസ് വൈ ഇൻറ്റു 100 അല്ലേ. അപ്പൊ എത്രയാണ്? 20 മൈനസ് 10 പോസിറ്റീവ് ആണ്. 10 ഡിവൈഡഡ് ബൈ എത്ര വരും ഇവിടെ? 80 ഇൻറ്റു 100 ആണ്. അപ്പൊ എത്രയാണ് വരിക? 8 12.5%. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ലോസ് ആണ്. അപ്പോൾ 90ക്കാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ലെസ് വെയിറ്റ് എടുക്കുന്നത്? 80. 100ന് പകരം 80 ആണ് എടുക്കുന്നത്. അപ്പോൾ 80 10 രൂപ ലാഭം ഡിവൈഡ് ബൈ 80 ആണ് ചെയ്യേണ്ടത് ഇൻറ്റു 100. ആ രീതിയിൽ ആലോചിച്ചാലും നമുക്ക് ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ക്ലിയർ? അപ്പൊ ഈ രീതിയിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. വിത്തൗട്ട് ഇക്വേഷനും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നു. അപ്പൊ ചിലവർക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാതെ ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം. ഇവിടെയാണ് മക്കളെ നമ്മളുടെ ഇക്വേഷന്റെ യൂസ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം ഡിസ്ഹോണസ്റ്റ് ഡീലർ സെൽസ് ദ ഗുഡ്സ് അറ്റ് 1/4% ലോസ് ആണ്. അത് എത്രയാണ്? 25/4 ആണ്. 12.5 എന്ന് പറഞ്ഞാൽ 25/2 ആണ്. അപ്പൊ y തന്നിട്ടുണ്ട്, x തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജാ.
വൈ ആണ് കൂടുതൽ, സോ ഈ തന്നിരിക്കുന്ന എല്ലാം പ്രോഫിറ്റ് ആയിരിക്കും, കൂടുതൽ ചിന്തിക്കേണ്ട. ഇവിടെ ഇനി 100-ൽ നിന്നും കുറച്ച് 100-ൽ നിന്നും കൂട്ടിയൊക്കെ ചെയ്യാൻ നിന്നാൽ കുറച്ചധികം സമയം പോകും. 10% ആണെങ്കിൽ നമുക്ക് 90 എടുക്കാം. പക്ഷെ ഇവിടെ എന്താ, ഡയറക്റ്റ് ഫ്രാക്ഷൻ ഒക്കെയാണ് തന്നിരിക്കുന്നത്, മിക്സ്ഡ് ഫ്രാക്ഷൻ ഒക്കെ തന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ ഫോർമുലയുടെ ബെനിഫിറ്റ് നമുക്ക് വരാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതിനെ ഞാൻ എളുപ്പപ്പണിക്ക് ഇതിനെ 50/4 എന്ന് എടുത്തു, കാൽക്കുലേഷൻ എളുപ്പത്തിനാ. വൈ അല്ലേ ആദ്യം എഴുതാം നമ്മള്, 50/4 - 20/4 ഡിവൈഡഡ് ബൈ 100 - 20 ഏതാണ്, വൈ ആണ്, 50/4 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് 100-നെ വേണമെങ്കിൽ മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എത്രയാ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാൻ 25/2 ആണ്, അപ്പൊ ഞാൻ അവിടെ 200/2 നേടുന്നുള്ളൂ, -25/2 എടുത്തു. ഈ 25/2 അല്ലേ ഞാൻ 50/2 ആക്കിയത്, വൈ ഇൻറ്റു 100 ആയി. റീഅറേഞ്ച് ചെയ്തോ, റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ മുകളിൽ കിടക്കുന്നത് എത്ര തന്നെയാ, 25/4 ആണ്, ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും എനിക്ക്, 175/2 ആണ് അല്ലെ, /2 ആണ്, ഇൻറ്റു 100 ആണ് വരിക, ഇൻറ്റു 100 ആണ് വരിക. കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. 2 ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു, ഇനി മാറ്റി എഴുതാനൊന്നും നിൽക്കണ്ട. ആ 2 ഇവിടെ 50 ടൈംസ് ആണ് അല്ലെ, 50 ടൈംസ് ആണ്. ഈ 25 ഇവിടെ 7 ടൈംസ് ആണ്. സോ എനിക്ക് ആൻസർ എന്ത് കിട്ടി, 50/7, 7 1/7% എന്ന് ആൻസർ കിട്ടി, 7 1/7% എന്ന് ആൻസർ കിട്ടി. അപ്പൊ 4 ക്വസ്റ്റ്യൻ 4 രീതിയിൽ 3 ടൈപ്പാണ് വരുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തന്നെ. വിത്തൗട്ട് ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ അപ്ലിക്കേഷനിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? അപ്പൊ നമ്മളുടെ ഈ രീതി നിങ്ങൾ ആലോചിക്കുക. ഓൾറെഡി എന്താണിതാ ഇവിടെ ഉണ്ടായിരുന്നു, എത്ര ഉണ്ടായിരുന്നു, ഫുൾ ഉണ്ടായതിൽ നിന്നും ഞാൻ കുറച്ചെടുത്ത്, എനിക്ക് ലാഭം വേണം അല്ലെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ചെടുത്തതാ മാറ്റി, അതെനിക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാ. ആ മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഒരു കണ്ടീഷൻ എന്താ, മാറ്റി, അത്ര മാറ്റി വെച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, കോസ്റ്റ് പ്രൈസിന് വിറ്റു. ക്ലിയർ അല്ലേ? മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഫാൾസ് വെയിറ്റ് നമ്മളുടെ ഇതില് സെറ്റ് ചെയ്തിട്ട് കോസ്റ്റ് പ്രൈസിന് വിറ്റു. പിന്നെന്താ, കൊള്ള ലാഭം വേണം, ഇതിന് ലാഭത്തിൽ ഞാൻ വിൽക്കാണ് X%. അത് രണ്ടാമത്തെ ഫോർമുല ഞാൻ പറഞ്ഞു തന്നു. പിന്നെന്താ, നഷ്ടത്തിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതെന്താണ്, പ്രോഫിറ്റും, നെഗറ്റീവ് ആണെങ്കിൽ അത് ലോസും ആണ്. 3 കണ്ടീഷൻ വരുന്നുണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞ കേസിൽ തന്നിരിക്കുന്ന പെർസെന്റേജുകൾ എന്തിൽ തരാം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിൽ തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെർസെന്റേജ് ഇങ്ങനെ തരാണ്, എന്താണ് ലോസ് എന്നൊക്കെ പറഞ്ഞ്, ഇപ്പൊ നമ്മളുടെ 8.333 എന്നൊക്കെ പറഞ്ഞു തരും. അതെന്താണ്, 8/1/3 ആണ്. 8.33 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോ 8.33 എന്നൊക്കെ പറഞ്ഞു തരും. അതെന്താണ്, റെക്കറിംഗ് ആണ്. 8/1/3 എന്ന് ആക്കാം നമുക്ക്. എന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വേഗത്തിൽ കിട്ടും. അല്ലാതെ ഇതിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കാൻ നിന്നാൽ, 100-ൽ നിന്നും കൺവേർട്ട് ചെയ്തൊക്കെ ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം നമ്മളുടെ വേസ്റ്റ് ആവും. അപ്പൊ ഈ സന്ദർഭങ്ങളിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമുക്ക് ആ ഫോർമുലയുടെ ബെനിഫിറ്റ് വരാം, യൂസ്ഫുൾ ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ഫോർമുല പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കൺസെപ്റ്റ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആലോചിക്കാം. ലോസ് വരുമ്പോൾ മാത്രമാണ്, അതായത് ആള് ലോസിൽ വിൽക്കുമ്പോൾ മാത്രമാണ് പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് അറിയണ്ട. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഫാൾസ് വെയിറ്റ് മറ്റേ വിൽക്കുന്ന ലോസിനേക്കാൾ വലുതാണെങ്കിൽ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. കുറവാണെങ്കിൽ ലോസ് ആയിരിക്കും. വേറെ ഒന്നും ആലോചിക്കാനില്ല. ക്ലിയർ? അപ്പൊ ആ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലുണ്ടാവണം. അപ്പൊ ആ ഫോർമുലാസ് ഒന്ന് ജസ്റ്റ് പഠിച്ചിരിക്കുക. ഫോർമുല ഇല്ലാതെ ചെയ്യുന്ന രീതി ഞാൻ ഇവിടെ മെത്തേഡ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.